ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും ഗ്രാമപഞ്ചായത്തിന് കീഴിലും കൊച്ചി സർവകലാശാലയിലും പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ആഗസ്റ്റ് 21 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലുള്ള 10 മോഡൽ പ്രീ സ്കൂളുകളിലേക്കും മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിന് കീഴിലുള്ള 8 മോഡൽ പ്രീ സ്കൂളുകളിലേക്കും ടീച്ചർ ആയ ഹെൽപ്പർ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ടീച്ചർ തസ്തികയിലേക്ക് PSC യോഗ്യതയായ SSLC അല്ലെങ്കിൽ TSLC അല്ലെങ്കിൽ PP-TTC അല്ലെങ്കിൽ TTC ആണ്. ആയ ഹെൽപ്പർ തസ്തികയിലേക്ക് 7ാം ക്ലാസ്സാണ് യോഗ്യത വരുന്നത്. 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പട്ടികവർഗ്ഗക്കാർക്ക് മുൻഗണന നൽകും. അവരുടെ അഭാവത്തിൽ പട്ടികജാതിക്കാരെ പരിഗണിക്കുന്നതാണ്. മോഡൽ പ്രീ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ പിന്നോക്ക പട്ടികവർഗ വിഭാഗത്തിന് മുൻഗണന ലഭിക്കുന്നതാണ്. 18 മുതൽ 56 വയസ്സ് വരെയാണ് പ്രായപരിധി. 2027 മാർച്ച് 31 വരെയാണ് നിയമന കാലാവധി. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഓഗസ്റ്റ് 22 വൈകുന്നേരം 5 മണിക്ക് മുൻപ് പട്ടികവർഗ വികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വാണിമേൽ പഞ്ചായത്തിലുള്ള അടുപ്പിൽ മോഡൽ പ്രീ സ്കൂൾ, നന്മ പഞ്ചായത്തിൽ ആരംഭിക്കുന്ന കോളിയാടുമല മോഡൽ പ്രീ സ്കൂൾ എന്നിവിടങ്ങളിൽ ടീച്ചർ ആയ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പട്ടികവർഗ്ഗക്കാരുടെ അഭാവത്തിൽ പട്ടികജാതിക്കാരെ പരിഗണിക്കും. പ്രായപരിധി 18 മുതൽ 56 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഓഗസ്റ്റ് 22 വൈകിട്ട് 5 മണിക്ക് മുമ്പായി കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 5 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 150-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. 22/8/2026 രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ റെസിപ്റ്റ് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ കുളനട ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നുണ്ട്. അഭിമുഖം ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 12 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തും. യോഗ്യത LME ലൈസൻസാണ്. പ്രായപരിധി 25 മുതൽ 55 വയസ്സ് വരെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് സ്ഥിര താമസക്കാരായവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊച്ചി സർവകലാശാലയിൽ കരാറടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡായി കരാറടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. 22 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സൈന്യം അല്ലെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അല്ലെങ്കിൽ സശസ്ത്ര സീമാബൽ തുടങ്ങിയ സൈനിക അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയം ഉണ്ടായിരിക്കണം. നല്ല ശാരീരിക ഘടന ഉണ്ടായിരിക്കണം. ഉയർന്ന പ്രായപരിധി വരുന്നത് 56 വയസ്സ് വരെയാണ്. 1/1/2026 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. പ്രതിമാസ വേതനം 22,240 രൂപയാണ് ലഭിക്കുക. കരാർ നിയമനത്തിന്റെ കാലാവധി കുറഞ്ഞത് 1 വർഷമായിരിക്കും. കരാർ നിയമനത്തിനും സംസ്ഥാനത്തിന്റെ സംവരണ നിയമങ്ങൾ ബാധകമായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ടത് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 24/8/2026 കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വെബ്സൈറ്റായ recruit.cusat.ac.in മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത അപേക്ഷ ഫോമിൻ്റെ ഒപ്പിട്ട ഹാർഡ് കോപ്പിയും
പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ സംബന്ധിച്ച തെളിവുകളും കൂടി രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ 31/8/2026 ലഭിക്കേണ്ടതാണ്. കവറിൽ സെക്യൂരിറ്റി ഗാർഡ്, കരാർ അടിസ്ഥാനം, ജീവനക്കാരുടെ തിരഞ്ഞെടുപ്പിനുള്ള അപേക്ഷ എന്ന് സൂചിപ്പിക്കേണ്ടതാണ്. വൈകിയതും അപൂർണവുമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഓൺലൈൻ മുഖേന ഫീസ് അടയ്ക്കാവുന്നതാണ്. ജനറൽ OBC വിഭാഗക്കാർക്ക് 950 രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത്. SC/ST വിഭാഗക്കാർക്ക് 195 രൂപയാണ്. ക്യാഷ്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുഖേന നടത്തുന്ന പേയ്മെൻറ്റ് സ്വീകരിക്കുകയില്ല. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.